പിതാമ്പത്തിനും പരിശുദ്ധരുഹായ്മ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് യൂത്തിക്കസ് എന്ന വ്യക്തി പറഞ്ഞ പാഷാണ്ഡ ഉപദേശവും അതുകൊണ്ടുവന്നെത്തിച്ച റോബർ കൗൺസിൽ അഥവാ തിരുട്ടു സംഘം, ഡയസ്കോറസ് അധ്യക്ഷനായിരുന്ന അലക്സാണ്ട്രിയയുടെ പാത്രിക്കീസ് ആയിരുന്ന ഡയസ്കോറസ് അധ്യക്ഷനായിരുന്ന തിരുട്ടു സംഘവും ആ സംഘത്തിൽ വെച്ച് കോൺസ്റ്റന്റിനോപ്പിളിലെ പാത്രിക്കീസ് ആയിരുന്ന ഫ്ലാവിയനെ തല്ലിക്കൊന്നതും ആ കൗൺസിൽ വെച്ച് യൂത്തിക്കസ് പറഞ്ഞ പാഷാണ്ഡ ഉപദേശം സത്യവിശ്വാസവുമായി അപ്ഹോൾഡ് ചെയ്യപ്പെട്ടു എന്ന ദുരന്ത ചരിത്രമാണ്. ഇതിൻ്റെ ആഫ്റ്റർമാത്ത് എന്നുള്ള നിലയിൽ 2 വർഷത്തിനു ശേഷം സഭ സാർവത്രിക കൗൺസിലിലേക്ക് കടക്കുന്ന ചരിത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാൽസഡോൺ കൗൺസിലിൽ പ്രഖ്യാപിക്കപ്പെട്ട അപ്ഹോൾഡ് ചെയ്യപ്പെട്ട സഭയുടെ സത്യവിശ്വാസമായ ഡയോഫിസിറ്റിസം എന്ന ക്രിസ്റ്റോളജിയെ സംബന്ധിച്ചാണ്. ഈ ക്രിസ്റ്റോളജിക്ക് ബദൽ എന്നുള്ള നിലയിൽ നോൺ കാൽസഡോൺ വിഭാഗം, അതായത് അലക്സാണ്ട്രിയൻ, പാട്രിക്കേറ്റ് 2 വിഭാഗമായി തിരിയുമെന്ന് നമ്മൾ പറഞ്ഞു. ആ 2 വിഭാഗമായി മാറിയതിൽ ഒരു വിഭാഗം നോൺ കാൽസഡോൺ വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു. ഡയസ്കോറസിനെ അനുകൂലിക്കുന്ന മോണോഫിസൈറ്റിസത്തിൽ നിബന്ധിച്ച വിഭാഗം പിൽക്കാലത്ത് കൊണ്ടുവന്ന മിയാഫിസൈറ്റിസം എന്ന സെവറിയൻ പാഷാണ്ഡ ഉപദേശവും കൂടിയാണ് ഇന്ന് താരതമ്യം ചെയ്ത് നമ്മൾ ചർച്ച ചെയ്യാനും പഠിക്കാനായിട്ടും പോകുന്നത്. എല്ലാവർക്കും കാത്തലിക് ട്രഡീഷൻസ് ആൻഡ് ക്രോണിക്കിൾസ് എന്ന ഈ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ കത്തോലിക്ക സഭയെ ആദ്യമായി ഉണ്ടായ സ്കിസമാണ് കാൽസഡോൺ കൗൺസിൽ മുഖാന്തരമുണ്ടായ സ്കിസം. ഈ സ്കിസത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ എങ്ങനെ സമ്മേളിക്കുന്നു, എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമാണ് സഭയുടെ സത്യവിശ്വാസമായ ഡയോഫിസിറ്റിസം കൃത്യമായി പഠിപ്പിക്കുന്നത്. നമുക്ക് ആ ഡയോഫിസിറ്റിസം എന്താണ് എന്നുള്ള വിഷയത്തിലേക്ക് ആദ്യമേ കടക്കാം. കാൽസഡോൺ കൗൺസിലിൽ പ്രഖ്യാപിച്ച ഡയോഫിസിറ്റിസം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന സത്യമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന ഒരു വ്യക്തി, ഓൺലി വൺ പേഴ്സൺ, ഒരു വ്യക്തി, ഒരു ഹൈപ്പോസ്റ്റാസിസിൽ, ആ ഹൈപ്പോസ്റ്റാസിസിൽ 2 നേച്ചർ നിലനിൽക്കുന്നു. ഒന്ന് ദൈവത്വവും മനുഷ്യത്വവും, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് പറഞ്ഞല്ലോ. അതാണ് ഈ 2 സ്വഭാവമെന്ന് നമ്മൾ പറയുന്നത്. ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും, 2 നേച്ചേഴ്സ്, ദൈവത്വവും മനുഷ്യത്വവും. ഇവിടെ ഈ മനുഷ്യത്വവും ദൈവത്വവും ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഒന്നായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് 4 മാനദണ്ഡങ്ങളാണ് കൃത്യമായിട്ട് സഭ എന്ന് നിർവചിച്ചത്. ഈ 4 നിബന്ധനകൾ കൂടി ദുരുപദേശത്തെ കൃത്യമായി ഖണ്ഡിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ നിബന്ധന, ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ഞാൻ പറഞ്ഞല്ലോ ദൈവത്വവും മനുഷ്യത്വവും ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനായിട്ട്, അതായത് യൂണിയനിൽ നിലനിൽക്കുന്നു. ഈ യൂണിയൻ സംഭവിക്കണമെങ്കിൽ 4 നിബന്ധനകളാണ് വേണ്ടത്. ഈ 4 നിബന്ധനകൾ, ഒന്നാമത്തെ നിബന്ധന വിതൗട്ട് കൺഫ്യൂഷൻ എന്നുള്ളതാണ്. കലർപ്പില്ലാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ. ഈ വിതൗട്ട് കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് മോണോഫിസൈറ്റിസം, അതായത് യൂത്തിക്കസ് പഠിപ്പിച്ച യൂത്തിക്കേനിസത്തിന് ഉള്ള തലക്കെട്ടുള്ള അടിയാണ്. അതായത് അവിടെ യൂത്തിക്കേസ് പഠിപ്പിച്ചത് എന്താണ്? ദൈവത്വം മനുഷ്യത്വത്തെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കലരുന്നില്ല, ദർ ഇസ് നോ കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ ഇല്ലാതെ, കലർപ്പില്ലാതെ ദൈവത്വവും മനുഷ്യത്വവും അതേപോലെ തന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മോണോഫിസൈറ്റിസം തെറ്റെന്ന് കൃത്യമായി സഭ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ നിബന്ധന വിതൗട്ട് ചേഞ്ച് എന്നുള്ളതാണ്. മാറ്റമില്ലാതെ, ഭേദം കൂടാതെ എന്നുള്ളതാണ്. മാറ്റമില്ലാതെ നിലനിൽക്കണം എന്ന് പറയുമ്പോൾ അത് അപ്പോളിനാരിസം എന്നുള്ള രണ്ടാമത്തെ കൗൺസിലിൽ, അതായത് കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലിൽ പാഷാണ്ഡ ഉപദേശമായിട്ട് തള്ളിക്കളഞ്ഞ ഉപദേശത്തിനുള്ള അടിയാണ്. കാരണം നേരത്തെ സഭ ഓൾറെഡി ഇത് അപ്ഹോൾഡ് ചെയ്തതാണ്. അതായത് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. അവൻ്റെ പൂർണ്ണ മനുഷ്യനെന്ന് പറയുമ്പോൾ മനുഷ്യത്വത്തിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം അവനിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അപ്പോളിനാരിയനിസം പഠിപ്പിച്ചെന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൽ ഒരു സോളുണ്ട്, റാഷണൽ സോളുണ്ട്, അതുപോലെ ബോഡിയെല്ലാം ഉണ്ട്. പക്ഷേ ദർ ഇസ് നോ ഹ്യൂമൻ മൈൻഡ്, അതിന് പകരം ഡിവൈൻ മൈൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം മനുഷ്യത്വത്തിൽ ഒരു കുറവുണ്ട് എന്നുള്ളതാണ് അപ്പോളിനാരിസം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഹ്യൂമാനിറ്റിയിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹ്യൂമാനിറ്റിയിൽ ഒരു അല്പം കുറവുള്ളവനാണ് എന്നുള്ള ആ പാഷാണ്ഡ ഉപദേശം തള്ളിക്കളയുന്നതാണ് ഭേദം കൂടാതെ എന്നുള്ള കാര്യം വരുന്നത്. അതുപോലെ തന്നെ ദൈവത്വത്തിലും അവനൊരു ദൈവത്വത്തിൽ ഭേദം ഉണ്ടാകാനേ സാധ്യമല്ല.
കാരണം ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ, അവൻ മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അതുകൊണ്ട് കാസ്റ്റലിൻ കൗൺസിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് പുത്രൻ തമ്പുരാൻ, അതായത് ദ സെക്കൻഡ് പേഴ്സൺ ഓഫ് ഗോഡ് ഹെഡ് തന്നിലേക്ക് ഒരു അസ്യൂം ചെയ്തു എന്നുള്ളതാണ്, വിത്തൗട്ട് ചേഞ്ച്. അവൻ എന്തായിരുന്നു അത് അങ്ങനെ തന്നെ അവൻ നിലനിന്നു. അവൻ എന്തല്ല അവൻ തന്നിലേക്ക് അസ്യൂം ചെയ്തു. അത്തനേഷ്യസ് പിതാവ് പഠിപ്പിച്ചതാണിത്. അവൻ എന്തല്ലായിരുന്നു അവൻ തന്നിലേക്ക് എന്തല്ല, അത് ഹ്യൂമാനിറ്റി, അവൻ ഹ്യൂമൻ അല്ലായിരുന്നു, പക്ഷേ തന്നിലേക്ക് അത് അസ്യൂം ചെയ്തു. അവൻ എന്തായിരുന്നു, അവൻ ദൈവമായിരുന്നു. ആ ദൈവം അതിനൊരു മാറ്റവും സംഭവിക്കാതെ തന്നെ അവൻ അങ്ങനെ തന്നെ നിലനിന്നു എന്നുള്ളതാണ്. അപ്പോൾ വിത്തൗട്ട് ചേഞ്ച് എന്നുള്ളത് ദൈവത്തിൻ്റെ ഇമ്പാസിബിലിറ്റി അതിനെ അപ്ഹോൾഡ് ചെയ്താണ്. ഈസ് ഇമ്മ്യൂട്ടബിൾ, ദൈവത്തിന് മാറ്റമില്ലാത്തവനാണ്. അപ്പോൾ അതിന് ഒരു മാറ്റവും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ വിത്തൗട്ട് ചേഞ്ച് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ദുരുപദേശങ്ങൾ ഒരുപാട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തന്നെ, അപ്പൊളിനാരിസം അതുപോലെ യൂത്തിക്കേനിസം, മൊണോഫിസൈറ്റിസം, ഇതൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ നിബന്ധന വിത്തൗട്ട് ഡിവിഷൻ എന്നുള്ളതാണ്, വിഭജനമില്ലാതെ. ഈ മൂന്നാമത്തെ നിബന്ധന എന്നുള്ളത് നെസ്റ്റോറിനിസം എന്ന പാഷാണ്ഡതയെ തള്ളിക്കളയുന്നതാണ്. നെസ്റ്റോറിനിസം പഠിപ്പിക്കുന്നത് 2 പേഴ്സൺസ് ആണെന്നുള്ളതാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് സഭ പറയും ദർ ഇസ് ഓൺലി 1 പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മാത്രമല്ല അവന് 2 നേച്ചറുണ്ട്. ആ നേച്ചറിന് വിഭജനമില്ല, ഡിവിഷനില്ല. എന്ന് പറഞ്ഞാൽ 2 പേഴ്സണായിട്ട് ആ നേച്ചർ ഡിവൈഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നെസ്റ്റോറിനിസം എന്ന പാഷാണ്ഡത തെറ്റാണെന്ന് സഭ അവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ വിത്തൗട്ട് കൺഫ്യൂഷൻ, വിത്തൗട്ട് ചേഞ്ച്, വിത്തൗട്ട് ഡിവിഷൻ. നാലാമത്തെ നിബന്ധന വിത്തൗട്ട് സെപ്പറേഷൻ എന്നുള്ളതാണ്. വിത്തൗട്ട് സെപ്പറേഷൻ, വേർതിരിവില്ലാതെ ആ 2 നേച്ചറും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അന്ത്യോക്യയിലെ തന്നെ ചില റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ പഠിപ്പിച്ചിരുന്നു. അതായത് അറ്റ് വിൽ കർത്താവിന് തൻ്റെ ഡിവൈൻ നേച്ചറും ഹ്യൂമൻ നേച്ചറും തമ്മിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിൽ പഠിപ്പിച്ചിരുന്നു. അതിനെതിരാണ്. മാത്രമല്ല അതും ഒരു കൈൻഡ് ഓഫ് നെസ്റ്റോറിയൻ ടെൻഡൻസി കൂടിയാണ്. അപ്പോൾ ഈ അവസാനത്തെ 2 നിബന്ധനകൾ, അതായത് വിത്തൗട്ട് സെപ്പറേഷൻ, വിത്തൗട്ട് ഡിവിഷൻ എന്നുള്ളത് നെസ്റ്റോറിയൻ ഐഡിയാസിന് എതിരെയുള്ള കൃത്യമായ നിർവചനമാണ് കാൽസോണിയൻ കൗൺസിൽ കൃത്യമായി പഠിപ്പിക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് കൺഫ്യൂഷൻ, വിത്തൗട്ട് ചേഞ്ച്, വിത്തൗട്ട് ഡിവിഷൻ, വിത്തൗട്ട് സെപ്പറേഷൻ, ഈ 4 നിബന്ധനകളിലൂടെയാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഡിവൈൻ നേച്ചറും ഹ്യൂമൻ നേച്ചറും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യവിശ്വാസം. അപ്പോൾ ഈ ഒരു സത്യവിശ്വാസം സഭ പ്രഖ്യാപിച്ചതിലൂടെ എന്താണ്, മോണോഫിസൈറ്റിസം തള്ളപ്പെട്ടു, അതുപോലെ തന്നെ നെസ്റ്റോറിനിസം തള്ളപ്പെട്ടു. നേരത്തെ അത് തള്ളിയതാണ്. അതിൻ്റെ കൃത്യമായ നിർവചനം ഇപ്പോൾ വീണ്ടും കൊടുത്തിരിക്കുകയാണ്. അതുപോലെ അപ്പൊളിനാരിസം, അതുപോലത്തെ ഇത്തരത്തിലുള്ള ദൈവത്വത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യത്വത്തെ സംബന്ധിക്കുന്നുള്ള തെറ്റായിട്ടുള്ള വികലമായ പഠനങ്ങളെയൊക്കെ സഭ കൃത്യമായിട്ട് കണ്ടം ചെയ്യുകയും ഇങ്ങനെയാണ് സത്യവിശ്വാസം എന്നുള്ള സഭ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു. ഈ സത്യവിശ്വാസത്തിന് ബദലായിട്ട് ഒരു കൗണ്ടർ നറേറ്റീവ് കൊണ്ടുവരാനായിട്ട് നോൺ കാൽസോൺ വിഭാഗത്തിന് അന്ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരമാർത്ഥം. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, മോണോഫിസൈറ്റിസത്തിലേക്ക് അവർ നിബന്ധിച്ചു പോയി. റോബർ കൗൺസിലിൽ തെറ്റായിട്ടുള്ള ഉപദേശമാണ് ഡയസ്കോറസ് അപ്ഹോൾഡ് ചെയ്തതും. അതിന് അത്തരത്തിലുള്ള പാഷാണ്ഡ ഉപദേശം പറഞ്ഞ് യൂത്തിക്കസിനെ അദ്ദേഹം റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പാഷാണ്ഡ ഉപദേശത്തിലേക്ക് വഴുതി വീണ അലക്സാണ്ട്രിയൻ സഭ, അവർക്ക് സഭ കൃത്യമായിട്ട് എക്യുമെനിക്കൽ കൗൺസിൽ കൂടി അത്തരത്തിലുള്ള പാഷാണ്ഡ ഉപദേശത്തെ തള്ളിക്കളയുകയും മോണോഫിസൈറ്റിസം ഹെറസിയായിട്ട് പ്രഖ്യാപിക്കുകയും യൂത്തിക്കസിനെ കണ്ടം ചെയ്യുകയും ഡയസ്കോറസിനെ ഡിപ്പോസ് ചെയ്യുകയും എക്സൈൽ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ സഭ കൃത്യമായ ഉപദേശത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനും കഴിയില്ല, അവർക്ക് ഈ ഒരു പാഷാണ്ഡ ഉപദേശം പുൽകാനും കഴിയില്ല എന്നൊരവസ്ഥ വന്നു. അതായത് തിയോളജിക്കലായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അറിയാത്തൊരവസ്ഥ. അതേസമയം അവരെ വല്ലാതെ ഗ്രസിച്ചത് ഇമോഷണലായിട്ടുള്ള അവരുടെ കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു, യൂത്തിക്കസിൻ്റെ തന്നെ പ്രധാനവാദം ഞാൻ സിറിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവരെന്നെ ആക്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു. ഡയസ്കോറസിനെതിരെയുള്ള വാദം അത് തന്നെയായിരുന്നു. സിറിലിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഡയസ്കോറസ് പിന്നീട് പാത്രിക്കീസായി. അപ്പം സിറിൽ പഠിപ്പിച്ച അതേ വിഷയം തന്നെയാണ് ഡയസ്കോറസ് പഠിപ്പിക്കുന്നതെന്ന് തെറ്റായിട്ട് ധരിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട്, അപ്പം സിറിലിൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് കണ്ടോ സഭ കൗൺസിൽ കൂടി സത്യവിശ്വാസം പഠിപ്പിക്കുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിൽ
ഈ ഒരു വിഭാഗം, അതായത് നോൺ കാൽസിഡോൺ വിഭാഗം, അവരുടെ യഥാർത്ഥ ആശയം എന്താണെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അത് നിർവചിക്കാനായിട്ട് തിയോളജിക്കലി ഒക്കെ നിർവചിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ആ കൂട്ടം 70 വർഷത്തോളം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. കാൽസിഡോൺ കൗൺസിലിന് ശേഷം 70 വർഷത്തോളം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. നോൺ കാൽസിഡോൺ വിഭാഗം അവർക്ക് നേതാക്കളുണ്ടായിരുന്നു, പക്ഷേ തിയോളജിക്കലി ഉത്തരം പറയാൻ കഴിയുന്ന നേതാക്കളുണ്ടായിരുന്നില്ല. ഒരർത്ഥത്തിൽ നാഥനില്ലാത്ത അവസ്ഥയിൽ നോൺ കാൽസിഡോൺ വിഭാഗം വളരെ അരാജകത്വത്തിൽ കഴിഞ്ഞു. പക്ഷേ അവരെ ഗ്രസിച്ച അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ സിറിലിൻ്റെ സത്യവിശ്വാസമാണ് ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്, ആ സിറിലിൻ്റെ വിശ്വാസം ഇവർ തള്ളിയിരിക്കുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിലാണ്. അപ്പം വളരെ ഇമോഷണലിയാണ് അവനെ നേരിട്ടത്. വെറുപ്പും വിദ്വേഷവും മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് തെറ്റായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സിറിലിൻ്റെ ഉപദേശത്തെ ഇവർ തള്ളി എന്നൊക്കെ തെറ്റായിട്ട്. സിറിൽ ഒരിക്കലും രണ്ട് നേച്ചറിനെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. സിറിൽ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സിറിലിൻ്റെ കോട്ട്സ് വായിച്ചതാണ്. മാത്രമല്ല സിറിലിൻ്റെ റൈറ്റിങ്സിൽ പ്രത്യേകിച്ച് നെസ്റ്റോറീസിന് എഴുതുന്ന റൈറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ എഫെസോസ് കൗൺസിലിൽ അന്നുണ്ടായ വിഷയം കൗണ്ടർ കൂടിയ യുഹാനോൻ ഓഫ് അന്ത്യോക്ക് അദ്ദേഹം മറ്റൊരു സിനഡ് കൂടി സിറിലിനെ പുറത്താക്കിയിരുന്നു. അപ്പോൾ അവർ തമ്മിലുണ്ടായ കോംപ്രമൈസ് ഉണ്ട്. അതായത് വീണ്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്കിസത്തിലായി, അവർ വീണ്ടും ജോയിൻ ചെയ്തു, റീജോയിനിങ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കത്തടപാടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ജോൺ ഓഫ് അന്ത്യോക്കിന് സിറിൽ എഴുതിയ ലെറ്ററൊക്കെ അതിലൊക്കെ വളരെ കൃത്യമായിട്ട് രണ്ട് നേച്ചർ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സിറിൽ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നെസ്റ്റോറിസിന് എഴുതിയ കത്തിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സിറിൽ ഒരിക്കലും, പക്ഷേ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ വൺ ഇൻകാർണേറ്റ് നേച്ചർ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഒരൊറ്റ ഒരു വാക്ക് സിറിലിൻ്റെ തന്നെ ഒരു വാക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞിരുന്നു. അത് വൺ ഇൻകാർണേറ്റ് നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സണെ പറ്റിയാണ്, ഹൈപ്പോസ്റ്റാസിസിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പഴയ ഓൾഡ് ഗ്രീക്കിൽ അവിടെ എന്താണ് ഫൈസിസും അതുപോലെ തന്നെ ഹൈപ്പോസ്റ്റാസിസും തമ്മിൽ ഈ ഡിസ്റ്റിങ്ഷൻ പിന്നീട് വന്ന പോലുള്ള ഫിലോസഫിക്കൽ ഡിസ്റ്റിങ്ഷൻ അന്നുണ്ടായിരുന്നില്ല. രണ്ടും ഒരേ അർത്ഥത്തിൽ പലപ്പോഴും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്തിരുന്നു. അതിനെ എടുത്തിട്ടാണ് ആ ഒരൊറ്റ വാക്യത്തെ പിടിച്ചിട്ട് കണ്ടോ വൺ ഇൻകാർണേറ്റ് നേച്ചർ. അപ്പോൾ ഒരു നേച്ചറേ പാടുള്ളൂ, പക്ഷേ വൺ നേച്ചർ എന്നല്ല സിറിൽ പഠിപ്പിച്ചത്, വൺ ഇൻകാർണേറ്റ് നേച്ചറാണ് പഠിപ്പിച്ചത്. അപ്പോൾ വൺ ഇൻകാർണേറ്റ് നേച്ചർ എന്നുള്ളത് ഇറ്റ്സ് അബൌട്ട് വൺ പേഴ്സൺ, വൺ ഹൈപ്പോസ്റ്റാസിസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ ദൈവത്വം മനുഷ്യത്വം ഒന്നായി തീർന്നെന്നും അത് എന്താ പറയണ്ടേ മിങ്കിൾഡ് ആയെന്നും എന്നുള്ള നിലയിലൊന്നും സിറിൽ പഠിപ്പിച്ചിട്ടില്ല. മിങ്കിൾഡ് ആകുന്നില്ല എന്നുള്ളതും കൺഫ്യൂഷൻ ഇല്ലെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് സിറിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സിറിൽ റൈറ്റിങ്സ് ഒക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ സിറിൽ ശരിക്കും യഥാർത്ഥത്തിൽ ഡയോഫിസറ്റിസം കൃത്യമായി മനസ്സിലാക്കിയിരുന്ന വ്യക്തിയാണ്. പിൽക്കാലത്ത് സഭ അത് കൃത്യമായിട്ട് സിറിലിൻ്റെ തന്നെ ടീച്ചിങ്സ് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന ബേസിൽ തൊട്ട് സെയിൻറ്റ് ബേസിൽ തൊട്ട് അത്തനേഷ്യസ് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ സഭാപിതാക്കന്മാരും കൃത്യമായി പഠിപ്പിച്ചതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് കാൽസിഡോൺ കൗൺസിൽ രേഖകൾ വായിച്ചാൽ ഈ പഴയ സഭാപിതാക്കന്മാർ പഠിപ്പിച്ച അതേ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചയാണ്. എല്ലാവരെയും കൃത്യമായി കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഡയോഫിസറ്റിസം എന്ന കൃത്യമായ ഉപദേശത്തിലേക്ക് സഭ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യം. അപ്പോൾ അതിന് കൗണ്ടറായിട്ട് ഒരു ബദലായിട്ട് ഒരു തിയോളജി അവതരിപ്പിക്കാൻ ഇവർക്ക് കഴിയില്ല. അപ്പോൾ വളരെ ഇമോഷണലിയാണ് അവനെ നേരിട്ടത്. ഒരിക്കലും തിയോളജിക്കലി അന്ന് നേരിടാനുള്ള കെൽപ്പ് അവർക്കുണ്ടായിരുന്നില്ല. കാരണം ഡയസ്കോറസ് ഓൾറെഡി എക്സൈൽ ചെയ്യപ്പെട്ടു, അദ്ദേഹം മരണപ്പെട്ടു. ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. തിമോത്തി എലിറസിനെ പോലെ, അതുപോലെ പീറ്റർ മോങ്കസ് എന്ന വ്യക്തി അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്നു. അതുപോലെ തന്നെ പീറ്റർ ദ ഫുള്ളർ അന്ത്യോക്യയുടെ പത്രികീസ് ആയിരുന്നു. അദ്ദേഹമാണ് ട്രൈസാക്യോനിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് ആഡ് ചെയ്തത്. അതായത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്നുള്ളതായിരുന്നു യഥാർത്ഥമായി ട്രൈസാക്യോൻ. എല്ലാ സഭകളും ഒരുപോലെ ചൊല്ലിക്കൊണ്ടിരുന്ന ട്രൈസാക്യോൻ എന്നുള്ളത്. അതിലേക്ക് അത് ട്രിനിറ്റേറിയൻ ട്രൈസാക്യോൻ ആയിരുന്നു. അതായത് ട്രൈസാക്യോൻ എന്ന് തന്നെ ഉദ്ദേശിച്ചാൽ ട്രിനിറ്റി ആയിരുന്നു. ട്രിനിറ്റിക്കുള്ള വർഷിപ്പായിരുന്നു ട്രൈസാക്യോൻ എന്നുള്ളത്. അതായത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മറവില്ലാത്തവനെ നീ പരിശുദ്ധനെന്ന് ആദ്യം പറയും, രണ്ടാമതും ഒന്നുകൂടി പറയും, മൂന്നാമതും പറയും. അങ്ങനെ 3 തവണ ആവർത്തിക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുള്ള സ്തുതിയായിട്ടാണ് അത് അർപ്പിച്ചിരുന്നത്. അപ്പം അതിനെ ക്രിസ്റ്റോസെൻട്രിക്കായിട്ട് ഈ പീറ്റർ ദ ഫുള്ളർ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. പീറ്റർ ദ ഫുള്ളറാണ് അത് 3 തവണയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള ഭാഗം ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പറ്റുന്ന കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ട്രിനിറ്റേറിയൻ വർഷിപ്പായിരുന്ന ഒന്ന് 3 ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് ചൊല്ലുമ്പോൾ പിതാവ് ക്രൂശിക്കപ്പെട്ടിട്ടില്ല, പരിശുദ്ധാത്മാവ് ക്രൂശിക്കപ്പെട്ടില്ല. അപ്പം പിതാവ് ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാട്രിപാസനിസം എന്നൊരു ഹെറസിയായിട്ട് വരും. അപ്പം അവർക്കെതിരെ അത്തരത്തിലുള്ള സെബലിനിസമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആരോപണങ്ങളൊക്കെ അന്ന് വന്നിരുന്നു. പക്ഷേ അതൊരു ട്രിനിറ്റേറിയൻ വർഷിപ്പിൽ നിന്ന് മാറി അന്നൊരു ക്രിസ്റ്റോസെൻട്രിക് വർഷിപ്പിലേക്ക് മാറ്റി എന്നുള്ള നിലയിലാണ് പിൽക്കാലത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ പീറ്റർ ദ ഫുള്ളറിനെ പോലുള്ളവർ ഒക്കെ ആയിരുന്നു. പിന്നെ വളരെ പിൽക്കാലത്തിന് ശേഷമാണ് മാബൂഗിലെ ഫിനോക്സിലോസ് ഒക്കെ ഈ സഭയുടെ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൻ്റെ നേതൃനിരയിലേക്ക് വരുന്നത്. പക്ഷേ ആരൊക്കെ വന്നിട്ടും അവർക്കൊരു തിയോളജിക്കൽ ആയിട്ട് ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഫിലോസഫിക്കലിയും വളരെ ഗ്രീക്ക് ഭാഷ കൃത്യമായി പഠിക്കാനും അല്ലെങ്കിൽ അത് കൃത്യമായി പറയാനും പാട്രിസ്റ്റിക് റൈറ്റിങ്സ് കൃത്യമായി റീഇൻറ്റർപ്രറ്റ് ചെയ്യാനും ശേഷിയുള്ള ഒരു വ്യക്തി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാൽസിഡോൺ തിയോളജിയെ അല്ലെങ്കിൽ കാൽസിഡോൺ ക്രിസ്റ്റോളജിയെ കൃത്യമായിട്ട് എതിർക്കാനായിട്ട്, അതായത് തിയോളജിക്കലി എതിർക്കാനായിട്ട് അവർക്ക് ആ 70 വർഷ കാലഘട്ടങ്ങളിൽ സാധിച്ചില്ല എന്നുള്ളത്. അപ്പോഴാണ് പുതിയൊരു താരോദയം ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ മോർ സെവറിയോസ് ഓഫ് അന്ത്യോക്ക്. ഈ ഇദ്ദേഹമാണ് മിയാഫിസൈറ്റിസം, അതായത് മോണോഫിസൈറ്റിസിൽ നിബന്ധിച്ച അല്ലെങ്കിൽ മോണോഫിസൈറ്റിസം എന്ന ഹെറസിയിൽ വീണുപോയ നോൺ കാൽസിഡോൺ വിഭാഗത്തെ അവിടുന്ന് ഉയർത്തിയെടുത്ത് സെവറിയൻ ക്രിസ്റ്റോളജിയായ മിയാഫിസൈറ്റിസം എന്ന പുതിയൊരു, അതായത് കാൽസിഡോണും അല്ല, അതുപോലെ തന്നെ പാഷാണ്ഡ ഉപദേശമായ മോണോഫിസൈറ്റിസം അല്ല, ഇത് രണ്ടുമല്ല, ഇതിനിടയ്ക്കൊന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരു ശങ്കരയനം എന്നുള്ള നിലയിലൊക്കെ പറയാൻ തക്കവണക്ക് ഒരു ക്രിസ്റ്റോളജി വളരെ കൃത്യമായിട്ട് സിറിലിൻ്റെയൊക്കെ റൈറ്റിങ്സ് റീഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് സിറിലിൻ്റെ റൈറ്റിങ്സിനെ തിരുത്തി ഇവരുടേതായ രീതിയിൽ മാറ്റം വരുത്തിയൊക്കെ ചെയ്ത വ്യക്തിയാണ് ഈ മോർ സെവറിയോസ്. ഈ സെവറിയോസ് ആണ് പിന്നീട് മിയാഫിസൈറ്റിസം എന്നുള്ള ബദൽ ഉപദേശം അവതരിപ്പിക്കുന്നത്. നമുക്കിനി മിയാഫിസൈറ്റിസം എന്താണെന്ന് നമുക്ക് നോക്കാം. മിയാഫിസൈറ്റിസത്തിൽ പറയുന്നത് വൺ കോമ്പോസിറ്റ് നേച്ചർ എന്നുള്ളതാണ്. അതായത് സിറിൽ പഠിപ്പിച്ച വൺ ഇൻകാർണേറ്റ് നേച്ചർ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതിന് വൺ കോമ്പോസിറ്റ് നേച്ചർ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുക. അതായത് മോണോഫിസൈറ്റിസത്തിൽ പറഞ്ഞ പോലെ മിങ്കിൾഡായി അല്ലെങ്കിൽ മിക്സ്ഡായി കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ചേഞ്ച് വന്നു എന്നുള്ള കാര്യമൊക്കെ വിട്ടുകളഞ്ഞിട്ട് അതെല്ലാം എടുക്കാതെ, അതായത് യുത്തിക്കേൻ തെറ്റായി ഉപയോഗിച്ച പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കാതെ, എന്നാൽ കാൽസിഡോണിൽ പറയുന്ന രണ്ട് നേച്ചർ എന്നുള്ളത് അംഗീകരിക്കാനും വയ്യ. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ഇദ്ദേഹത്തിന് ഒരു സാധനം കണ്ടുപിടിക്കണം. അതാണ് വൺ കോമ്പോസിറ്റ് നേച്ചർ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു സംയുക്ത നേച്ചർ. നമ്മൾ മലയാളത്തിൽ പറയാൻ സംയുക്ത നേച്ചർ. പക്ഷേ ആ സംയുക്ത നേച്ചർ എന്നവർ പറയാറില്ല. അത് നമ്മൾ സ്കോളർലി അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണത്. പക്ഷേ അവർ ഒറ്റ നേച്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ ഈ മോണോഫിസൈറ്റിസത്തിൽ ഒറ്റ നേച്ചർ തന്നെയാണ് പറയുന്നത്, അതായത് ദൈവത്വം മനുഷ്യത്തെ വിഴുങ്ങുന്ന ഒരു നേച്ചറാണ്. അപ്പം ഇവർ പറയാറുണ്ട് ഒരു സ്വഭാവമാണ് കേട്ടോ, നമ്മുടെ കർത്താവിന് രണ്ട് സ്വഭാവം ഉണ്ടെന്ന് ഇവന്മാർ പറഞ്ഞു. ഇതൊക്കെ മനുഷ്യരെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ട് സ്വഭാവം എന്ന് പറയുന്നത് തന്നെ രണ്ട് സ്വഭാവക്കാരനാണെന്നൊക്കെയുള്ള നിലയിൽ ശിവപീഡികയിലെ പോലുള്ളതൊക്കെ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ അത് കുറച്ച് മുമ്പേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, സ്വഭാവം എന്നോട് ഉദ്ദേശിക്കുന്ന രണ്ട് നേച്ചേഴ്സ്, അത് ദൈവത്വവും മനുഷ്യത്വം എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവത്വം ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം രണ്ട് സ്വഭാവക്കാരനാണെന്ന് വെറുതെ പറഞ്ഞ് ഈ കൊളോക്കിയലി ആൾക്കിലി പറഞ്ഞ് പറ്റിക്കുന്നത് അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ആ രണ്ട് സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്വം മനുഷ്യത്വം എന്നുള്ളതാണ്. ഇവിടെ ഇവർ പഠിപ്പിക്കുന്നത് ഈ രണ്ട് സ്വഭാവം ഒരു സ്വഭാവമായി മാറി, അതായത് രണ്ട് ദൈവത്വമുണ്ട് മനുഷ്യത്വമുണ്ട്. ഈ ദൈവത്വവും മനുഷ്യത്വവും എന്ത് പറ്റി, അവിടെ ദൈവത്വവും മനുഷ്യത്വവും കൂടി ചേർന്ന് പുതിയൊരു സ്വഭാവം വന്നിരിക്കുകയാണ്. അപ്പം അവരോട് ചോദിക്കും, ഈ പുതിയ സ്വഭാവത്തിൽ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും? അതാ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പുതിയ സ്വഭാവത്തിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെങ്കിൽ അവനിൽ ദൈവത്വവും മനുഷ്യത്വം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ രണ്ട് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞ് അത് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, അത് പറഞ്ഞെങ്കിൽ കാൽസിഡോൺ ആയിപ്പോവും. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. പക്ഷേ ഒറ്റ നേച്ചർ എന്ന് പറയുകയും വേണം. അപ്പോൾ വൺ കോമ്പോസിറ്റ് നേച്ചർ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമഞ്ജസമായിട്ട് സമ്മേളിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ട് ഒറ്റ നേച്ചറാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു നേച്ചറാണെങ്കിൽ ദൈവത്വമുണ്ട് മനുഷ്യത്വമുണ്ട്. അപ്പം രണ്ട് നേച്ചർ ഒന്നായി തീർന്നുണ്ടെ ഏതേലും ഒരു നേച്ചറിൻ്റെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നേച്ചറിൻ്റെ ആട്രിബ്യൂട്ട്സിന് എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നേച്ചറിൻ്റെ, ഫോർ എക്സാമ്പിൾ ദൈവത്വത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചെങ്കിൽ ദൈവം ഈസ് ഇമ്പാസിബിൾ എന്നുള്ള കാര്യത്തിന് മാറ്റം വരികയാണ്, ഈസ് ഇമ്മ്യൂട്ടബിൾ എന്നുള്ള കാര്യത്തിന് ഒക്കെ മാറ്റം വരികയാണ്. അപ്പോൾ അവൻ പൂർണ്ണ ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മനുഷ്യത്വത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ
അവൻ പൂർണ്ണ മനുഷ്യനെന്ന് പറയാനും സാധിക്കത്തില്ല. അപ്പോൾ ഈ രണ്ടിൽ ഏതേലും ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യാതെ ഒറ്റ നേച്ചർ എന്ന് പറയാൻ പറ്റുമോ? അതായത് രണ്ട് നേച്ചറും കൂടിയിട്ട് സംയോജിക്കുന്നു. യോജിക്കുമ്പോൾ ഒറ്റ നേച്ചറായി ഒരു ഹൈബ്രിഡ് പ്രോജനി എന്നുള്ള നിലയിൽ മാറി, അല്ലെങ്കിൽ രണ്ട് നേച്ചറും കൂടിയുള്ള ഹൈബ്രിഡ് പ്രോജനിയാണെന്ന് ഇവർ പറയുമ്പോൾ ഈ ചോദിക്കേണ്ട കാര്യം എന്താണ്? എത്ര പെർസെൻറ്റേജ് ദൈവത്വം, എത്ര പെർസെൻറ്റേജ് മനുഷ്യത്വം? ഈസ് ഇറ്റ് 100% അങ്ങനെ ആണെങ്കിൽ പിന്നെ രണ്ട് നേച്ചർ എന്നങ്ങ് പറയുകയല്ലേ നല്ലത്? അപ്പോൾ രണ്ട് നേച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒറ്റ നേച്ചറാണ്, ഹൈബ്രിഡ് നേച്ചറാണെന്ന് പറയണം. ഒറ്റ നേച്ചറാണെന്ന് പറയണമെങ്കിൽ എത്രയാണ്? 50-50 ആണോ? ദൈവത്വം 50%, മനുഷ്യത്വം 50% ആണോ? അതോ 70% ദൈവത്വവും 30% മനുഷ്യത്വമാണ്? അതോ 70% മനുഷ്യത്വവും 30% ദൈവത്വമാണോ? 100% ആണെന്ന് പറയുവാണെങ്കിൽ 100% ദൈവത്വത്തിലുള്ള ഗോഡ്ലി നേച്ചറും അല്ലെങ്കിൽ ഡിവൈൻ നേച്ചറും 100% ഹ്യൂമൻ നേച്ചറും നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് പറയാതെ മിംഗ്ലിംഗ് ഉണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നുമില്ല, കൺഫ്യൂഷൻ ഉണ്ടെന്ന് അവർ, കലർപ്പുണ്ടെന്ന് അവർ അംഗീകരിക്കുന്നുമില്ല. ആ വാക്കുകളൊക്കെ അവർ തള്ളിക്കളയുകയും ചെയ്യുന്നു. തള്ളിക്കളഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? ഒറ്റ നേച്ചറേ ഉള്ളെന്ന് പറയുകയും ചെയ്യുന്നു. ഇതൊരു വൈരുദ്ധ്യാത്മകതയാണ്. അതായത് നമ്മൾ ഏറ്റവും കൃത്യമായ ഒരു എക്സാമ്പിൾ ഇതിന് പറയുകയാണെങ്കിൽ, ഇവർ എപ്പോഴും ശിവപീഡിക്കലിനെ പോലുള്ള ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ശിവപീഡിക്കലൊക്കെ എപ്പോഴും ക്ലെയിം ചെയ്യുന്നൊരു കാര്യമാണ്, സുറിയാനി സഭ അല്ലെങ്കിൽ യാക്കോബയ സുറിയാനി സഭ ദൈവം ക്രൂശിൽ മരിച്ചു എന്ന് പഠിപ്പിക്കുന്ന സഭയാണ്. എല്ലാ സഭകളും അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പറയും ഇവരുടെ മാത്രമാണ്, സ്വന്തമായിട്ടുള്ള ക്ലെയിമാണ്, അത് ഇവർക്ക് മാത്രമാണ്. പക്ഷേ ഇത് ദൈവം മരിച്ചെന്ന് വെറുതെ ലിറ്റർജിയിൽ എഴുതിയിട്ട് കാര്യമില്ല. വെറുതെ ലിറ്റർജിയിൽ ദൈവം മരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ മിയാഫിസൈറ്റിസം എന്ന ക്രിസ്റ്റോളജിയിൽ എങ്ങനെ ദൈവം മരിക്കുന്നു എന്നത് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. അവിടെയാണ് അത് നിങ്ങൾക്ക് പറയാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയമുണ്ടെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്കത് പറയാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണ്? കാരണം ഈ ദൈവം മരിച്ചു എന്ന് പറയണമെങ്കിൽ ഇത് ഒന്നെങ്കിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കണം. അപ്പോൾ അതിനകത്തിൽ ദൈവത്വം എന്നുള്ളത് വൺ ഇൻകാർണേറ്റ് നേച്ചർ എന്നല്ലേ പറയുന്നത്, വൺ കോമ്പോസിറ്റ് നേച്ചർ ആണല്ലോ. അവിടെ രണ്ട് ആട്രിബ്യൂട്ട്സും അല്ലെങ്കിൽ രണ്ട് നേച്ചറിലെ ആട്രിബ്യൂട്ട്സും നിലനിൽക്കുന്നു, രണ്ട് നേച്ചറിലെ പ്രോപ്പർട്ടീസും നിലനിൽക്കുന്നു എങ്കിൽ ഗോഡ്ലി നേച്ചറിന് ഒരിക്കലും മരണം സാധ്യമല്ല. ഈസ് ഇമ്മോർട്ടൽ എന്നുള്ളതാണ് ഈസ് ഇംപാസിബിൾ, ഈസ് ഇമ്മോർട്ടൽ, ഈസ് ഇമ്മ്യൂട്ടബിൾ. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഗോഡ്ലി നേച്ചറിൽ ഇമ്മോർട്ടാലിറ്റി എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ടാണ്. അതേസമയം ഹ്യൂമൻ നേച്ചർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ നേച്ചർ മോർട്ടലാണ്. അപ്പോൾ ഇത് രണ്ടുകൂടി ചേർന്ന ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ ഏതാണ് ശരിക്കും? മോർട്ടലാണോ ഇമ്മോർട്ടലാണോ? അപ്പം രണ്ട് അൾട്രാ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് പ്രോപ്പർട്ടീസ് അതെങ്ങനെ ഒന്നായിട്ട് നിലനിൽക്കാൻ പറ്റുന്നത്? ഒന്നായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒന്നുകിൽ ഇമ്മോർട്ടലായിരിക്കണം അല്ലെങ്കിൽ മോർട്ടലായിരിക്കണം. ഇത് രണ്ടും കൂടെ ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരിക്കും ദൈവം മരിച്ചു എന്ന് പറയുമ്പോൾ, ദൈവം മരിച്ചെന്ന് പറഞ്ഞാൽ ഗോഡ്ലി പ്രോപ്പർട്ടീസ്, ഗോഡ്ലി ആട്രിബ്യൂട്ട്സ്, ഗോഡ്ലി നേച്ചർ ഉണ്ടോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ ഡിവൈൻ നേച്ചർ ഇതിനകത്തിലുണ്ടെങ്കിൽ, ഈ ഒറ്റ വൺ നേച്ചറിനകത്ത് ഡിവൈൻ നേച്ചർ എന്നുള്ളത് പൂർണ്ണ ദൈവത്വം അവിടെ ഉണ്ടെങ്കിൽ ആ പൂർണ്ണ ദൈവത്വം മരണപ്പെട്ടോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അപ്പം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇമ്മോർട്ടബിൾ മരിച്ചു എന്നുള്ളത് ഉള്ള പ്രശ്നം വരും അവിടെ. ഇമ്മോർട്ടബിൾ മരിച്ചു എന്നുള്ള പ്രശ്നം വരും. അതേസമയം അല്ല, മനുഷ്യത്വമാണ് മരിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്ത് പ്രശ്നമാണ്? അങ്ങനെ മനുഷ്യത്വം മാത്രം മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? മനുഷ്യത്വം മാത്രം മരിച്ചു, പക്ഷേ അത് ഒരു നേച്ചർ ആയതുകൊണ്ട് ദൈവത്വം കൂടി എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയാം. പക്ഷേ മനുഷ്യത്വമാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ കുഴപ്പം ഇത്രയേ ഉള്ളൂ, അവിടെ രണ്ട് നേച്ചർ ഉണ്ടെന്ന് നിങ്ങൾ അക്നോളജ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ഡയലമയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കലും ഈ ഒരു നേച്ചർ, ഈ ഹൈബ്രിഡ് നേച്ചർ അല്ലെങ്കിൽ ഹൈബ്രിഡ് പ്രോജനി ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ പറഞ്ഞ പോലെ, അതായത് ചക്കിയുമല്ല കണ്ടനുമല്ല. ഇത് ശിവപിടിക്കൽ തന്നെ സ്ഥിരം പറയാറുള്ള അനോളജി കേട്ടോ. ചക്കിയുമല്ല കണ്ടനുമല്ല. അപ്പം ഇത് ദൈവവുമല്ല മനുഷ്യനുമല്ല. അപ്പോൾ ഈ സെവറിയൻ മിയാഫിസൈറ്റിസം എന്ന ക്രിസ്റ്റോളജിയിൽ ആന്തരികമായിട്ടുള്ള ഈ വൈരുദ്ധ്യാത്മകത,
അതായത് മോർട്ടലുമാണ് ഇമ്മോർട്ടലുമാണ്. ഇത് രണ്ടുകൂടെ ഒരുമിച്ചാകാൻ സാധിക്കുകയില്ല. അതായത് ഈ സംയുക്ത സ്വഭാവം, അതായത് ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താണ്, സംയുക്ത സ്വഭാവമാണ്. കാരണം പൂർണ്ണ ദൈവമാണ്, ഒരു സ്വഭാവമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഇതൊക്കെ സഭ നേരത്തെ നിർവഹിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനെ എടുത്തിട്ട് ഇവർ ഒറ്റ നേച്ചറിൽ കൊണ്ട് ഒതുക്കിയതിൽ പറ്റിയ കുഴപ്പമാണ് ഇതൊക്കെ. അപ്പോൾ ഒറ്റ നേച്ചറിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണെന്ന് പറയുമ്പോൾ ഈ പൂർണ്ണ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ത്, ഈസ് ഇമ്മോർട്ടൽ എന്നുള്ളത്. ദൈവത്തിന് മരണമില്ല. അപ്പോൾ ഈ മരണമില്ലാത്തതും മരണമുള്ളതും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ എന്തായി മാറുമെന്നുള്ളതാണ് ചോദ്യം. അതായത് ദൈവം ക്രൂശിൽ മരിച്ചു എന്ന് കേൾക്കാൻ ഭയങ്കര കൃത്യമാണ്. ഞങ്ങളതൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമാണ്. അതായത് ദൈവം ക്രൂശിൽ മരിച്ചു എന്ന് ഞങ്ങളുടെ ലിറ്റർജിയിലുണ്ട് എന്നൊക്കെ വെറുതെ പറയാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങളുടെ മിയാഫിസൈറ്റിസം എന്ന സെവറിയൻ ക്രിസ്റ്റോളജി അനുസരിച്ച് കൃത്യമായി പറയണം എങ്ങനെ അത് സാധ്യമാകുന്നു എന്നുള്ളത്. കാരണം നിങ്ങൾ പറയുന്ന സംയുക്ത ഏക സ്വഭാവത്തിൽ മർത്യനും അമർത്യനും ഒരുപോലെ എങ്ങനെ ആകാൻ സാധിക്കും? അമർത്യനല്ല മർത്യനാണെന്ന് പറയുകയാണെങ്കിൽ, അതായത് മോർട്ടലാണെന്ന് പറയുകയാണെങ്കിൽ അവൻ പൂർണ്ണ ദൈവമല്ല എന്ന് വരുന്നു. അല്ല, അവൻ അമർത്യനാണെന്ന് പറയാമെങ്കിൽ ക്രിസ്തു മരിച്ചെന്ന് അവന് പറയാൻ പറ്റത്തുമില്ല. അപ്പോൾ എന്താണ്? അപ്പം ഈ നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള നിങ്ങൾ പറയുന്ന ഈ തിയോളജി അനുസരിച്ച് അല്ലെങ്കിൽ ക്രിസ്റ്റോളജി അനുസരിച്ച് യേശു പൂർണ്ണ ദൈവം അല്ല എന്നുള്ളതാണ് വരുന്നത്. കാരണം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ തിയോളജിയിൽ യേശു എന്താണ്, യേശു മരിച്ചു അല്ലെങ്കിൽ ദൈവം മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ദൈവം എന്ന് വെറുതെ ഒരു പേരിട്ട് കൊടുക്കുന്നത് മാത്രമാണോ? യഥാർത്ഥത്തിൽ ദൈവം ആകണമെങ്കിൽ ദൈവത്തിന് മരണം സാധ്യമല്ല. അതേസമയം ഡിയോഫിസൈറ്റിസത്തിൽ എങ്ങനെ ദൈവം മരിച്ചു എന്നുള്ള വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മരണം എന്നുള്ളത് ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്നതാണ് മരണം. ദൈവത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ക്രിസ്തു ജഡത്തിൽ മരണം അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ മരണം അനുഭവിച്ചപ്പോൾ, അതായത് അവൻ്റെ ശരീരവും അവൻ്റെ ആത്മാവും തമ്മിൽ വേർപെട്ടപ്പോൾ, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ ഒരിക്കലും വേർപിരിയാതെ, വിത്തൗട്ട് ചേഞ്ച്, വിത്തൗട്ട് കൺഫ്യൂഷൻ, വിത്തൗട്ട് സെപ്പറേഷൻ, വിത്തൗട്ട് ഡിവിഷൻ നിലനിൽക്കുന്ന ദൈവത്വം, അവൻ്റെ ആത്മാവും അതുപോലെ തന്നെ അവൻ്റെ ശരീരവും, ഇത് രണ്ടിൻ്റെയും കൂടെ ദൈവത്വം നിലനിന്നു എന്നുള്ളതാണ് ഡയോഫിസൈറ്റിസം പഠിപ്പിക്കുന്നത്. അതായത് മനുഷ്യത്വത്തിൽ അവൻ മരണം സംഭവിച്ചപ്പോൾ, അതായത് അവൻ്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർപെട്ടപ്പോൾ ആ ദൈവത്വം എന്നുള്ളത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ തന്നെ മാറ്റമില്ലാതെ നിലനിന്നു. ഇവിടെ വിത്ത് ബോത്ത് ദ ബോഡി ആസ് വെൽ ആസ് ദി സ്പിരിറ്റ് അല്ലെങ്കിൽ ദ സോൾ എന്നുള്ളതാണ്. ഒരു പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. അവൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ മരണം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ദറ്റ് പേഴ്സൺ ആണ് മരിക്കുന്നത്. അപ്പോൾ ദൈവം മരിച്ചു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം വൺ പേഴ്സണിൽ രണ്ട് നേച്ചറും നിലനിൽക്കുന്നു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ. അപ്പോൾ അവൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ മരണം സംഭവിച്ചെന്ന് പറയുമ്പോൾ അത് ഒരു പേഴ്സണിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവം മരിച്ചു. ആ പേഴ്സൺ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും, രണ്ട് സ്വഭാവം അവനിലുണ്ട്. അതുകൊണ്ട് വെൻ ഹിസ് ഹ്യൂമൻ നേച്ചർ ഡൈഡ്, ആ ഹ്യൂമൻ നേച്ചർ മരിക്കുമ്പോൾ അത് ഒരു പേഴ്സൺ ആയതുകൊണ്ട് therefore we can say God has experienced death. അവൻ്റെ ദൈവത്വം അങ്ങനെ മരണം അറിഞ്ഞു, മരണം ആസ്വദിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ മാത്രമേ ദൈവം മരിച്ചു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ ദൈവം മരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ദൈവത്തിന് മരണമില്ല. മരണമെന്ന് തന്നെ മനുഷ്യ ശരീരത്തിലാണ് സംഭവിക്കുന്നത്. ശരീരവും ആത്മാവും തമ്മിൽ തീരുന്നതിനാണ് നമ്മൾ മരണമെന്ന് ബേസിക്കലി പറയുന്നത്. അപ്പോൾ ദൈവം മരിച്ചു എന്ന് കൃത്യമായിട്ട് ഡയോഫിസൈറ്റിസത്തിൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. സഭ കാൽസിഡോൺ കൗൺസിൽ വളരെ കൃത്യമായിട്ട് ദൈവം മരിച്ചു എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് ട്രെൻഡ് കൗൺസിലും ഒക്കെ വളരെ കൃത്യമായിട്ട്, CCC എടുത്ത് നോക്കിയാലും വളരെ കൃത്യമായിട്ട് ദൈവം മരിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്, സഭ എഴുതി വെച്ചിട്ടുണ്ട്, ഡോക്യുമാറ്റിക്കലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കൃത്യമായി അത് ആ ക്രിസ്റ്റോളജിയിൽ കൃത്യമായി വിവരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഫിലോസഫിക്കലി, ലോജിക്കലി അത് വിവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മിയാഫിസൈറ്റിസത്തിലും മോണോഫിസൈറ്റിസത്തിലും ഒരിക്കലും ദൈവം മരിച്ചു എന്ന് പറയാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? കാരണം വൺ കോമ്പോസിറ്റ് നേച്ചറാണ്. ഈ ഒരു നേച്ചറിൽ കൃത്യമായുള്ള ചോദ്യമാണ്. അതായത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യവുമാണെന്ന് കൃത്യമായി നിങ്ങൾ പറയുന്നുമുണ്ട്. ദൈവത്വം മനുഷ്യത്വം ഒരുപോലെ സമഞ്ജസമായിട്ട് സമ്മേളിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ സമ്മേളിച്ചിരിക്കുന്നെങ്കിൽ അവൻ്റെ ദൈവത്വത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പൂർണ്ണ ദൈവമാണെന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പം ആ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ടാണ് ദാറ്റ് ഗോഡ് ഈസ് ഇമ്മോർട്ടൽ എന്നുള്ളത്. ആ ഇമ്മോർട്ടലായിട്ടുള്ള ദൈവവും അതുപോലെ തന്നെ മോർട്ടലായിട്ടുള്ള ഹ്യൂമൻ, പൂർണ്ണ മനുഷ്യനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്.
പൂർണ്ണ മനുഷ്യനാണെങ്കിൽ മോർട്ടാലിറ്റി അതും ഈ രണ്ട് പ്രോപ്പർട്ടി എന്താ വൈരുദ്ധാത്മകമാണ്, രണ്ടും അൾട്രാ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരിക്കലും യോജിച്ച് ഒരു നേച്ചർ ഉണ്ടാകാൻ സാധിക്കില്ല. അമർത്യനായ ദൈവം മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ ദൈവം മാറ്റമില്ലാത്തവനാണ് എന്നുള്ളത് നിഷേധിക്കപ്പെടുകയാണ്. ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ എന്നുള്ളതിൽ മാറ്റം വരികയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ പറയുന്നത് പൂർണ്ണ ദൈവമല്ല എന്ന് വരുന്നു. അപ്പം യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ് എന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾ തിയോളജി, നിങ്ങൾ ക്രിസ്റ്റോളജി വെച്ച് പറയണം പൂർണ്ണ ദൈവമാണോ എന്നുള്ളത്. പൂർണ്ണ ദൈവമാണെങ്കിൽ ആ പൂർണ്ണ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഹീസ് ഇമ്മോർട്ടൽ എന്നുള്ളത്. അപ്പം പൂർണ്ണ ദൈവത്തിന് മരിക്കാൻ സാധിക്കത്തില്ല, ദൈവത്വത്തിൽ മരണമില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്വത്തിൽ മരണമില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇമ്മ്യൂട്ടബിലിറ്റിയാണ്, അതല്ലെങ്കിൽ മാറ്റമില്ലായ്മയാണ് അത് ചോദ്യം ചെയ്യുന്നത്, ഇമ്പാസിബിലിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ അവിടെ നിങ്ങളുടെ ദൈവം നിങ്ങൾ പറയുന്ന യേശുക്രിസ്തു പൂർണ്ണ ദൈവമല്ല എന്നാണ് അവിടെ വരുന്നത്. നിങ്ങൾ പറയുന്ന സംയുക്തമായിട്ടുള്ള ഒരു ഏക സ്വഭാവം, ആ സ്വഭാവം മോർട്ടലും ഇമ്മോർട്ടലും ഒരുപോലെ ആകാൻ കഴിയുമോ? ഒന്നെങ്കിൽ മോർട്ടൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഇമ്മോർട്ടൽ ആയിരിക്കണം. അതേസമയം അവൻ്റെ ഹ്യൂമാനിറ്റിയിലാണ് മരണം സംഭവിച്ചു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് അവിടെ പ്രശ്നം? അവിടെ മരണമില്ലാത്ത സ്വഭാവവും മരണമുള്ള സ്വഭാവവും രണ്ടും വ്യത്യസ്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ സമ്മതിച്ചാൽ യു ഹാവ് കം ടു ദിസ് കാൽസറോൺ ഡെഫിനിഷൻ. മാത്രമല്ല അത് രണ്ട് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ആ പൂർണ്ണ ദൈവത്വം ഉണ്ട് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആ പൂർണ്ണ നേച്ചർ അങ്ങനെ അമർത്യമായിട്ട് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം അത് പറയാനായിട്ട്. അതേസമയം മനുഷ്യനായ യേശുക്രിസ്തു മരിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ശരിക്കും ദൈവം മരിച്ചു എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങൾ ആദ്യത്തെ ദൈവം മരിച്ചു എന്ന് വെറുതെ ലിറ്റർജിയിൽ എഴുതി വെച്ചെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വെറുതെ ലിറ്റർജിയിൽ ദൈവം മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ തിയോളജി വെച്ചത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, നിങ്ങളവിടെ അമ്പയെ പരാജയപ്പെടുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇവരുടെ ക്രിസ്റ്റോളജിയിലുള്ള വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ അത് ഇച്ഛാശക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദിമ കൗൺസിലുകൾ തന്നെ വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള സത്യമാണ്. പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. അപ്പോൾ പൂർണ്ണ മനുഷ്യനെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ he needs to have a human mind, a human will, also the body and a soul, a rational soul. ഇതൊക്കെ ഉണ്ടാവണം. മനുഷ്യൻ എന്തൊക്കെയുണ്ട് അതൊക്കെ യേശുക്രിസ്തുവിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹ്യൂമൻ വിൽ എന്നുള്ളത്. അപ്പം ഹ്യൂമൻ വിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ എത്ര വില്ല്? അപ്പോൾ എന്തായാലും യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെങ്കിൽ അവനിലൊരു ഹ്യൂമൻ വില്ലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ എത്ര വില്ലുണ്ട് എന്നുള്ള ചോദ്യമാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. യേശുക്രിസ്തുവിൽ രണ്ട് ഹ്യൂമൻ വിൽ, അപ്പോൾ യേശുക്രിസ്തുവിൽ എത്ര വില്ല് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു ഹ്യൂമൻ വില്ലും ഒരു ഡിവൈൻ വില്ലും ഉണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് രണ്ട് വിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ, രണ്ട് ഇച്ഛാശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കാൽസറോൺ കൗൺസിലിലെ ഡെഫിനിഷനിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരത് അംഗീകരിക്കുകയില്ല. ഇവർ പറയുന്നത് ഒരൊറ്റ വില്ലേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ബൈബിളിൽ തന്നെ അത് വളരെ കൃത്യമായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പറയുന്നുണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രത്തിൽ നിൽക്കണമേ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം അത്രേ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് കോൺട്രറി ആയിട്ടുള്ള രണ്ട് വില്ല് പറയുകയാണ്. എൻ്റെ ഇഷ്ടം എന്താണ്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അപ്പം പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? ആ പാനപാത്രം കുടിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് വില്ല് കാണുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. വളരെ കൃത്യമായിട്ട് സഭ പ്രഖ്യാപിച്ച സത്യമാണ്, ട്രിനിറ്റിയിൽ ദർ ഇസ് ഓൺലി വൺ വിൽ. ഡിവൈൻ വില്ല് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരൊറ്റ വില്ലേ ഉള്ളൂ. ദർ ഇസ് ഓൺലി വൺ ഡിവൈൻ വിൽ. അത് പിതാവിനും അതെ, പുത്രനും അതേ വില്ല് തന്നെ, പരിശുദ്ധാത്മാവിനും അതേ വില്ല്. ദർ ഇസ് ഓൺലി വൺ ഡിവൈൻ വിൽ. അപ്പോൾ യേശുക്രിസ്തുവിൽ ഒരു വില്ലേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതേത് വില്ലാണ്? ഹ്യൂമൻ വിൽ അല്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ പൂർണ്ണ മനുഷ്യൻ അല്ല എന്ന് വരുന്നു. ഇത് രണ്ടും കൂടി ഉള്ള മിക്സഡ് ആയിട്ടൊരു വില്ലാണെന്ന് പറയുവാണെങ്കിൽ ആ വില്ല് ഇറ്റ് ഈസ് ഇൻ കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻ കോൺട്രഡിക്ഷൻ
ഇറ്റ് ഈസ് നോട്ട് ഇൻ കോപ്പറേഷൻ എന്നുള്ള അർത്ഥത്തിൽ വരികയാണ്. കാരണം പിതാവിൻ്റെ വില്ലിൽ നിന്ന് വ്യത്യസ്ത വില്ലാകുകയാണ്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ ദൈവമല്ല എന്നുള്ളതും വരുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു എന്ന ഒരു പേഴ്സൺ തൻ്റെ ഹ്യൂമാനിറ്റിയിൽ ഉണ്ടായിരുന്ന സഫറിങ്സിനെ പറ്റി, അതൊക്കെയാണ് ടോം ഓഫ് ലിയോയിലൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന സത്യം. അതായത് അവൻ്റെ ഗോഡ്ലി നേച്ചറും ഹ്യൂമൻ നേച്ചറും ഒക്കെ മനസ്സിലാക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ, കർത്താവിൻ്റെ പർസെപ്ഷനിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഗെത്സമന തോട്ടത്തിൽ ആ ഹ്യൂമൻ നേച്ചറിൽ ഉണ്ടായിരുന്ന ആ സഫറിങ്, അല്ലെങ്കിൽ താൻ വയർപ്പ് രക്തമായി തീർന്ന ഒരു കാര്യം ഇവിടെ പറയുകയാണ്. അവിടെ എന്താണ്, ഹ്യൂമൻ വില്ലിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഡിവൈൻ വില്ല് എന്താണ്? ഡിവൈൻ വില്ല് പിതാവിൻ്റെ വില്ല് തന്നെയാണ്. ആ വില്ല് തന്നെയാണ് പുത്രൻ്റെ വില്ല്. കാരണം അതിന് കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ പാടില്ല. പുത്രനും പിതാവിനും ഒരു വില്ല് തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ നേച്ചറിലാണ് കർത്താവ് അവിടെ ആ കാര്യം പറയുന്നത് എന്നുള്ളതാണ്. ഒരു പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്, പക്ഷേ അവിടെ രണ്ട് വില്ലുണ്ട്. അപ്പോൾ കാൽസിഡോൺ കൗൺസിലിൽ മാത്രമേ ഈ കാര്യം കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കാൽസിഡോൺ ക്രിസ്റ്റോളജിക്ക്, ഡയോഫിസൈറ്റസിൽ മാത്രമേ കൃത്യമായി നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ എന്താണ്, ആ പിതാവിൻ്റെ വില്ലും അവിടെ പറയുന്ന വില്ലും രണ്ട് വില്ലായിട്ട് നിൽക്കുകയാണ്. ഒന്ന് ഈ പാനപാത്രം നീക്കണമെന്ന് പറഞ്ഞ്, മറ്റൊന്ന് പിതാവേ നിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടം എന്താണ്? പാനപാത്രം കുടിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ തന്നിൽ നിന്നും നീക്കണമേ എന്ന് പറയുന്ന ആ വില്ല് എന്താണ്? മനുഷ്യത്വപരമായിട്ടുള്ള ആ വില്ലാണ്, ഹ്യൂമൻ വില്ലാണ്. ആ ഹ്യൂമൻ നേച്ചറുള്ള ആ രണ്ടാമത്തെ മനുഷ്യത്വം, ആ രണ്ട് സ്വഭാവത്തിൽ ഒരു സ്വഭാവമായ ഹ്യൂമൻ നേച്ചറിലുള്ള വില്ലാണ്. അപ്പോൾ ഡിവൈൻ നേച്ചറിലെ വില്ല് എന്താണ്? പിതാവിൻ്റെ അതേ വില്ല് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇൻ കോപ്പറേഷൻ വിത്ത് ഈച്ച് അതർ ആണ്. ദർ ഇസ് നോ കൺഫ്യൂഷൻ, ബട്ട് ദർ ഇസ് നോ മിക്സിങ് ഓൾസോ. കലർന്നിട്ടില്ല, മിങ്കിൾഡ് ആയിട്ടില്ല. അതേസമയം ഇറ്റ് ഈസ് ഇൻ കോപ്പറേഷൻ. അതായത് യേശുക്രിസ്തു വാസ് ടെംപ്റ്റഡ് ടു എ പോയിന്റ് ഹി കുഡ് നോട്ട് സിൻ. ഹി വാസ് ടെംപ്റ്റഡ്. അവന് ട്രയൽസും ടെംപ്റ്റേഷൻസും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പാപം ഒഴികെ സർവ്വത്തിൽ നമുക്ക് തുല്യരായി പരീക്ഷിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ബിക്കോസ് എന്താണ്? ബിക്കോസ് ഹി വാസ് ഇൻ കോപ്പറേഷൻ. ആ ഹ്യൂമൻ നേച്ചർ എന്നുള്ള ഇറ്റ് വാസ് ഇൻ കോപ്പറേഷൻ വിത്ത് ദ ഡിവൈൻ നേച്ചർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാപം ചെയ്യാൻ അവന് കഴിയുമായിരുന്നു. ദൈവമായിരുന്നുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം ആ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവൻ പാപം ഒഴികെ നമുക്ക് തുല്യനായിട്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമൻ വില്ലിലുള്ള ആ പരീക്ഷയാണ് നമ്മളിവിടെ കാണുന്നത്. അതവിടെയാണ്, ആ പരീക്ഷയിലാണ് പറയുന്നത് കഴിയുമെങ്കിൽ പാനപാത്രം നീക്കണമേ എന്നുള്ള ചോദിക്കുന്നത്. പക്ഷേ അത് ടു ആൻ എക്സ്റ്റെൻറ്റ് ഹി കുഡ് നോട്ട് സിൻ ദർ ഹി ദ കൺസീഡ്സ്. അവിടെ കർത്താവ് തന്നെ പറയുകയാണ്, എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ആ ഡിവൈൻ നേച്ചറുള്ള ഇഷ്ടത്തോട് താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവന് അനുസരണക്കേട് കാണിക്കുവാൻ കഴിയുമായിരുന്നില്ല. പിതാവിൻ്റെ ഇച്ഛയോട് ചേർന്ന് നിൽക്കുന്ന ഇച്ഛ, അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുക, ആ കോപ്പറേഷനിലാണ് ആ യേശുക്രിസ്തുവിൽ എന്ന ഒരു പേഴ്സണിൽ നടന്ന കാര്യമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് ഡയോഫിസൈറ്റിസത്തിൽ മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മിയാഫിസൈറ്റിസത്തിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും ഇത്? മിയാഫിസൈറ്റിസത്തിൽ പറയുമ്പോൾ ഇത് ഒറ്റ നേച്ചർ മാത്രമാണ്, യേശുക്രിസ്തുവിൽ ഒരു വില്ലേ ഉള്ളെന്ന് പറയുമ്പോൾ ആ വില്ല് വാസ് ഇൻ കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ what was in contrary, അല്ലെങ്കിൽ was in opposition, it was against the will of the Father, അല്ലെങ്കിൽ will of the Son എന്നുള്ളതും വരികയാണ്. പിതാവിൻ്റെ വില്ല് തന്നെയാണ് പുത്രൻ്റെ വില്ല്. ട്രിനിറ്റിയിൽ ഒരൊറ്റ വില്ലേ ഉള്ളൂ. അപ്പോൾ ആ ട്രിനിറ്റിയിൽ ഉള്ള വില്ലിന് വിരുദ്ധമായി മറ്റൊരു വില്ല് മാത്രമാണ് യേശുക്രിസ്തുവിലുള്ളത്, അല്ലെങ്കിൽ ഹ്യൂമൻ വില്ല്, അല്ലെങ്കിൽ അവർ പറയുന്ന ഹൈബ്രിഡ് പ്രോജനിയിലുള്ള ആ വില്ല് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? ഇവിടെ പ്രശ്നം യേശുക്രിസ്തു പൂർണ്ണ ദൈവം അല്ല എന്ന് വരുന്നു. അല്ലെങ്കിൽ പുത്രൻ തമ്പുരാൻ അവിടെ എന്തോ ഇരിക്കുന്നു, പക്ഷേ പുത്രൻ തമ്പുരാൻ അവിടെ മറ്റേ ഹൈന്ദവ പുരാണത്തിലൊക്കെ പറയുന്ന പോലെ വിഷ്ണു വൈകുണ്ഠത്തിലിരിപ്പുണ്ട്, പക്ഷേ കൃഷ്ണനായിട്ട് ഇവിടെ അവതരിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലൊരു അവതാരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ തന്നെ ഇരിപ്പുണ്ട്, പുത്രൻ തമ്പുരാൻ ഒരു മാറ്റമില്ല അവിടെ ഇരിക്കുന്നതാണ്, പക്ഷേ ഇങ്ങേപ്പുറത്ത് ഒരു മനുഷ്യനായിട്ടൊരു അവതാരം ഇങ്ങേപ്പുറത്ത് സൈഡിൽ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു ഹൈന്ദവ പുരാണത്തിലൊക്കെ പറയുന്ന തരത്തിലുള്ള അവതാരമാണോ നിങ്ങളുടെ മിയാഫിസൈറ്റിസ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം പറയണം നിങ്ങൾ. കാരണം ഇവിടെ ഈ ഒരു നേച്ചർ, അതായത് മനുഷ്യത്വവും ദൈവത്വവും കൂടി ചേർന്ന ഈ ഒരു നേച്ചർ പിതാവിൻ്റെ വില്ലിന്
വിപരീതമായ മറ്റൊരു വില്ലാണ്. പക്ഷേ താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇവിടെ എന്താണ്? വില്ല് വേറെയാണ്. വില്ല് വേറെയാന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒരൊറ്റ വില്ലാണ്. പിതാവിൻ്റെ വില്ല് എന്താണ്? അത് തന്നെയാണ് പുത്രൻ്റെ വില്ല്. അപ്പോൾ ആ വില്ലിന് വിരുദ്ധമായ മറ്റൊരു വില്ല് ഇവിടെ ഉണ്ടെന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ താഴെ വന്നിരിക്കുന്ന ആൾ വേറെയാണോ? പുത്രനുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണോ? അല്ലെങ്കിൽ പുത്രൻ്റെ ഒരു ഹൈന്ദവ പുരാണത്തിൽ പറയുന്ന പോലത്തെ ഒരു അവതാരം മാത്രമാണോ? വൈകുണ്ഠത്തിൽ വിഷ്ണു ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ താഴെ ഇവിടെ ഒരു കൃഷ്ണനും ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു അവതാരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മനുഷ്യാവതാരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. ഇനി അഥവാ ഇത് ദൈവിക വില്ലാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, മനുഷ്യൻ്റെ വില്ലാന്ന് പറയാനുള്ള പ്രശ്നമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലെ, ദൈവിക വില്ലാണ്, അല്ലെങ്കിൽ ഈ ഒരു വില്ലാണ് ദൈവിക വില്ലാണെന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താണ്? ആ ദൈവിക വില്ല് പുത്രൻ്റെ വില്ല് പിതാവിൻ്റെ വില്ലുമായിട്ട് വ്യത്യസ്തമാണ് എന്ന് പറയേണ്ടി വരും. അവിടെയും പ്രശ്നം വന്നു. അപ്പോൾ ട്രിനിറ്റിയിൽ അവിടെ എന്താണ്? അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എന്താണ് പറയേണ്ടത്, സെപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇച്ഛകളാണുള്ളത് എന്നുള്ളത് വരികയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ബൈബിളിൽ പറയുന്ന ഒരു കാര്യങ്ങളും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന സത്യ ഉപദേശം ഡയോഫിസിറ്റിസം മാത്രമാണെന്നതാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരൊറ്റ ഒരു സ്വഭാവമേ ഉള്ളത് പറയുന്നത് പാഷാണ്ഡതയിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സെവറിയോസ് നിങ്ങളെ നയിച്ചത് പാഷാണ്ഡ ഉപദേശത്തിലേക്കാണ്. അത് മോണോഫിസൈറ്റിസം തൊടാതെ കാൽസഡോൺ കൗൺസിലും ഉള്ള ഡെഫിനിഷൻസും എടുക്കാതെ ഒപ്പിച്ചെടുക്കാനാണ് നോക്കിയത്. പക്ഷേ എത്ര ഒപ്പിച്ചെടുത്താലും സത്യവിശ്വാസം ഒന്നേ ഉള്ളൂ. ആ സത്യവിശ്വാസത്തിലെ പുൽകാതെ, ആ സത്യവിശ്വാസത്തിൽ നിന്ന് മാറി വേറിട്ട് മറ്റൊരു കാര്യം അവതരിപ്പിക്കാൻ പോയാൽ വരുന്ന വൈരുദ്ധ്യാത്മകതയാണ് നമ്മൾ ഈ ക്രിസ്റ്റോളജിയിൽ മുഴുവനായിട്ട് കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ മിയാഫിസൈറ്റിസം എന്ന സെവറിയൻ പാഷാണ്ഡതയിൽ ഉള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളിൽ ചുരുക്കം ചില വൈരുദ്ധ്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെ തൃണവൽഗണിച്ച്, ഇതിനെയൊക്കെ അവഗണിച്ച് സെവറിയോസ് ഒരു സമാന്തര സംഘടന ഉണ്ടാക്കി. അതാണ് നോൺ കാൽസിഡോൺ കൂട്ടം എന്നുള്ളത്. അത് പല സഭകളായി മാറി. ഒന്ന് കോപ്റ്റിക് സഭ, പിന്നീട് യാക്കോബയ സഭ. കോപ്റ്റിക് സഭയിൽ നിന്ന് 2 സഭകളായിട്ട് പിൽക്കാലത്ത് പിരിഞ്ഞ എറിത്രിയൻ സഭ, എത്യോപ്യൻ സഭ. പിന്നീട് അർമേനിയൻ സഭയും ഇവരുടെ ഒരു ഭാഗമായി മാറി എന്നുള്ളതാണ്. പക്ഷേ അവർ പലപ്പോഴും സെവറിയൻ ഈ പറയുന്ന പാഷാണ്ഡ ഉപദേശത്തോട് അകലം പാലിച്ചു എന്നുള്ളതും ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതേപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പിന്നീട് വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെ 70 വർഷങ്ങൾക്ക് ശേഷം സെവറിയോസിൻ്റെ ശ്രമഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നോൺ കാൽസിഡോൺ അല്ലെങ്കിൽ ആൻറ്റി കാൽസിഡോൺ വിഭാഗത്തിന് സ്വന്തമായി ഒരു ദൈവശാസ്ത്രവും അതുപോലെ തന്നെ പദസമ്പത്തും സ്വത്വവുമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ തിയോളജിക്കലിയും യുക്തിപരമായിട്ടും തത്വചിന്താപരമായിട്ടും ഒക്കെ മിയാഫിസൈറ്റിസം എന്ന സെവേറിയൻ പാഷാണ്ഡത യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും അത് കൃത്യമായിട്ട് നിർവചിക്കാനായിട്ട്, അല്ലെങ്കിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർ തിയോളജിയിൽ നിർവചിക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതേസമയം കാൽസിഡോണിയൻ ഡെഫിനിഷൻ ആയ ഡയോഫിസൈറ്റിസം വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ളത് ഹൈപ്പസ്റ്റാറ്റിക് യൂണിയനിൽ ഒരു പേഴ്സണിൽ വിത്തൗട്ട് കൺഫ്യൂഷൻ, വിത്തൗട്ട് ചേഞ്ച്, വിത്തൗട്ട് ഡിവിഷൻ, വിത്തൗട്ട് സെപ്പറേഷൻ, ഒറ്റ പേഴ്സണിൽ, 1 പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റിൽ 2 സ്വഭാവവും നിലനിൽക്കുന്നു, ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ നിലനിൽക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യസഭയുടെ സത്യ ഉപദേശം കൃത്യമായി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെവറിയോസ് ഓഫ് അന്ത്യോക്ക്, മിയാഫിസൈറ്റിസം എന്ന സെവറിയൻ പാഷാണ്ഡ ഉപദേശത്തിൻ്റെ ഉപജ്ഞാതാവായ സെവറിയോസിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. മാത്രമല്ല, എങ്ങനെയാണ് അന്ത്യോക്യയുടെ പാത്രീക്കീസ് ആയിരുന്ന സെവറിയോസ് അന്ത്യോക്യയിലെ പാത്രീക്കീസ് സ്ഥാനം ഉപേക്ഷിച്ച് തൻ്റെ അജഗണത്തെയൊക്കെ വിട്ട് പ്രാണഭയത്താൽ ഒളിച്ച് പിൽക്കാലത്ത് ആൻറ്റി കാൽസിഡോൺ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ നോൺ കാൽസിഡോൺ വിഭാഗത്തിൻ്റെ നേതാവായി തീർന്നു എന്നുള്ളതും അതിനുള്ള കാരണങ്ങളും എന്താണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.